ഈ ഒരു വിശദമായ പഠനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ശരിക്കും നമ്മളിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നോക്കാൻ പോകുന്നത്. അതിസമ്പന്നരായ ആളുകൾക്കും സാമ്പത്തികമായി എപ്പോഴും കഷ്ടപ്പെടുന്നവർക്കുമിടയിലുള്ള ആ യഥാർത്ഥ വ്യത്യാസം എന്താണ് എന്നാണ് നമ്മളിന്ന് ഡീകോഡ് ചെയ്യുന്നത്. അതെ, മൈറോൺ ഗോൾഡന്റെ വളരെ പ്രശസ്തമായ സാമ്പത്തിക തത്വങ്ങളെയും ആശയങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശകലനം. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. എനിക്ക് ഈ വിഷയം സംസാരിക്കാൻ തന്നെ ഭയങ്കര ആവേശമാണ്. ടോണി റോബിൻസിന്റെ ഒരു ആശയമുണ്ടല്ലോ, ആ മോഡൽ എക്സലൻസ് അഥവാ വിജയികളെ മാതൃകയാക്കുക എന്നത്. അതെ, പുതിയതായി നമ്മൾ ചക്രം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വിജയിച്ച ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ മതി. കൃത്യം. പ്രധാനമായും 3 കാര്യങ്ങളാണ് അതിലുള്ളത്: അവരുടെ വിശ്വാസങ്ങൾ അഥവാ ബിലീഫ് സിസ്റ്റംസ്, പിന്നെ അവരുടെ ഫിസിയോളജി, മൂന്നാമതായി മെന്റൽ സിൻടാക്സ്. ഈ മെന്റൽ സിൻടാക്സ് എന്ന് പറയുന്നത് ശരിക്കുമൊന്ന് വിശദീകരിക്കാമോ? അതായത്, നമ്മളൊരു പ്രശ്നം നേരിടുമ്പോൾ നമ്മുടെ തലച്ചോറിലൂടെ ആദ്യം കടന്നുപോകുന്ന ചില ആശയങ്ങളുടെ ഓർഡർ ഉണ്ട്. ഏത് ക്രമത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നതാണ് മെന്റൽ സിൻടാക്സ്. വിജയികൾ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. അപ്പോ ഒരേ ചിന്തകൾ തന്നെ തെറ്റായ ഓർഡറിൽ വന്നാൽ ഫലം വേറെയാവുമല്ലേ? തീർച്ചയായും. അതാണ് മൈറോൺ ഗോൾഡൻ പറയുന്ന ആ ഒരു ഫോർമുലയുടെ അടിസ്ഥാനം. മൈൻഡ് സെറ്റ് ഇൻറ്റു സ്കിൽ സെറ്റ് ഇൻറ്റു ടൂൾ സെറ്റ് ഈക്വൽ ടു അസറ്റ്സ്. അതായത്, മനോഭാവം ഗുണം നൈപുണ്യം ഗുണം ഉപകരണങ്ങൾ സമം ആസ്തികൾ. ഇതൊരു സങ്കലനമല്ല, ഗുണനമാണ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് 0 ആണെങ്കിൽ ബാക്കി എന്തു വലിയ കഴിവുണ്ടായാലും ഉത്തരം 0 തന്നെ ആയിരിക്കും. അതെ, മൈൻഡ് സെറ്റാണ് അവിടെ ഏറ്റവും വലിയ മൾട്ടിപ്ലയർ. പക്ഷെ ഇവിടെ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ള ആ ഒരു സ്ഥിരം മോട്ടിവേഷൻ പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ? പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നമ്മൾ പണത്തെ എന്തിനു വേണ്ടിയാണ് കാണുന്നത്? ഈ ഒരു കാര്യത്തിൽ ആളുകളെ 3 ആയിട്ട് തിരിക്കാം. ഓക്കെ, എന്തൊക്കെയാണത്? ഇതിൽ ഒന്നാമത്തെ വിഭാഗം ദരിദ്രരായ ആളുകളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പണത്തിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ബില്ലുകൾ അടയ്ക്കുക എന്നത് മാത്രമാണ്. ശമ്പളം കിട്ടുന്ന ദിവസം അവർക്ക് വെറുമൊരു ട്രാൻസ്ഫർ ഡേ മാത്രമാണല്ലേ? അക്കൗണ്ടിൽ പൈസ വരുന്നു, അന്ന് തന്നെ അത് വാടകയായും കറണ്ട് ബില്ലായും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, അത് കേൾക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്, പക്ഷെ അതാണ് യാഥാർത്ഥ്യം. ഇനി രണ്ടാമത്തെ കാറ്റഗറിയുണ്ട്, നമ്മുടെ മിഡിൽ ക്ലാസ് അഥവാ ഇടത്തരം ജനവിഭാഗം. ഇവരുടെ രീതി കുറച്ചുകൂടി കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നു, അല്ലേ? ശരിക്കും അപകടകരമാണ്. ഇവർ കൃത്യസമയത്ത് ബില്ലുകൾ അടച്ച് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. എന്നിട്ട് ആ സ്കോർ വെച്ച് അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കടം വാങ്ങിക്കൂട്ടും. വില കൂടിയ കാറുകൾ, വലിയ വീടുകൾ ഒക്കെ. ഇതിനെയാണ് മൈറോൺ വെൽത്ത് റെഡ്യൂസിംഗ് ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. അതായത് സമ്പത്ത് കുറയ്ക്കുന്ന ബാധ്യതകൾ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. അവർ യഥാർത്ഥത്തിൽ സമ്പന്നരാകാനല്ല നോക്കുന്നത്, മറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ സമ്പന്നരാണെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പൈസ മുഴുവൻ കളയുന്നത്. അതെ, ഷോ ഓഫ്. അപ്പം മൂന്നാമത്തെ വിഭാഗം, ഈ സമ്പന്നരായ ആളുകൾ പണത്തെ കാണുന്നത് എങ്ങനെയാണ്? അവരുടെ ലക്ഷ്യം ഈ ബില്ലടയ്ക്കലോ ഷോ ഓഫ് ചെയ്യലോ ഒന്നുമല്ല. പണത്തെ പുതിയ പണമുണ്ടാക്കാനുള്ള ഇൻകം പ്രൊഡ്യൂസിംഗ് അസറ്റ്സ് ആക്കി മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. അതായത് പണം വെച്ച് അവരൊരു സിസ്റ്റം വാങ്ങുകയോ ഉണ്ടാക്കുകയോ ചെയ്യുന്നു. ആ സിസ്റ്റം അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും പണമുണ്ടാക്കുന്നു. അതെ, എനിക്കിതിനെ ഒരു കർഷകന്റെ ഉപമ വെച്ച് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ കയ്യിലുള്ള പണത്തെ ഒരു പിടി വിത്തുകളായിട്ട് കാണുക. നിങ്ങൾ ആ വിത്തുകൾ മുഴുവൻ അങ്ങ് തിന്നാൽ, അതായത് കിട്ടുന്ന പണം മുഴുവൻ ബില്ലടയ്ക്കാൻ ഉപയോഗിച്ചാൽ എന്നർത്ഥം. അതെ, അങ്ങനെ ബില്ലടക്കാൻ ഉപയോഗിച്ചാൽ പിന്നെ അതവിടെ തീർന്നു. നിങ്ങൾക്ക് വിളവെടുക്കാൻ കഴിയില്ല. പകരം നമ്മൾ ആ പണത്തെ ഭൂമിയിൽ നടണം. മൈറോൺ പറയുന്ന പോലെ പണത്തെ ഗർഭം ധരിക്കാനും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനും നമ്മൾ അനുവദിക്കണം. വാവ്, വളരെ നല്ലൊരു അനലോഗിയാണത്, അല്ലേ? ആ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ, അതായത് ലാഭത്തെ മാത്രമേ നമ്മൾ ചെലവാക്കാൻ പാടുള്ളൂ. അമ്മയെ അല്ലെങ്കിൽ നമ്മുടെ മുതലിനെ നമ്മൾ അതുപോലെ തന്നെ നിലനിർത്തണം. എന്നാലല്ലേ ഈ അമ്മ വീണ്ടും കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. തീർച്ചയായും. ഈ മുതലെടുത്ത് ചിലവാക്കുന്നതാണ് മിക്കവരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ ഇവിടെ എനിക്കൊരു വലിയ മറുചോദ്യമുണ്ട്. ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാ. പക്ഷെ ഒരു സാധാരണക്കാരനിത് കേൾക്കുമ്പോൾ ചിന്തിക്കുക, എന്റെ പലയ്ക്ക് മുകളിൽ ബില്ലുകളിങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുകയാണ്, ആകെ കിട്ടുന്നതോ തുച്ഛമായ ശമ്പളം എന്ന് വിചാരിക്കുക. ഇതിന് മൈറോൺ കൃത്യമായൊരു ഉത്തരം തരുന്നുണ്ട്. കേവലം കാഴ്ചപ്പാട് മാറ്റുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ സബ് കോൺഷ്യസ് മനസ്സിനെ ശരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്. സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞാൽ
അതായത് വലിയ വലിയ തുകകളെ നമ്മൾ സാധാരണവൽക്കരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കണം. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് മാസം 5 ലക്ഷം രൂപ വരുമാനം വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിന്റെ ഇരട്ടി തുകയായ 10 ലക്ഷം രൂപ മനസ്സിൽ കാണുക. ഓക്കെ. എന്നിട്ട് നിങ്ങളുടെ ബിസിനസ് ഈ മാസം 10 ലക്ഷം രൂപ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂന്ന് നിത്യവും ചിന്തിച്ചു തുടങ്ങുക. ആ ഓൺലി അല്ലെങ്കിൽ മാത്രമേ എന്ന വാക്ക് വളരെ പ്രധാനമാണ്. വെയിറ്റ്, ഒന്ന് നിൽക്കണേ. എനിക്ക് ഈ മെക്കാനിസം ഒന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ മാസം 10 ലക്ഷം രൂപയെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം എൻ്റെ ഈ കറണ്ട് ബില്ലും വാടകയുമൊക്കെ എങ്ങനെ അടഞ്ഞുപോകും? എന്താണ് ഇതിന്റെ ലോജിക്? അവിടെയാണ് ശരിക്കും നമ്മുടെ ഹ്യൂമൻ ബയോളജി വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു 20,000 രൂപയുടെ ബില്ല് കണ്ട് പാനിക് ആവുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ശരിക്കും ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകും. ഒരുതരം സർവൈവൽ മോഡാണത്. ആ പേടി വരുമ്പോഴുള്ള ആ ഒരു സ്റ്റേറ്റ് അല്ലേ? അതെ. ആ സമയത്ത് നിങ്ങളുടെ തലച്ചോറിന്റെ ലോജിക്കലായി ചിന്തിക്കുന്ന ഭാഗം, അതായത് ആ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, ഏകദേശം ഷട്ട് ഡൗൺ ആകും. നിങ്ങൾക്ക് പുതിയതായി ഒരു ക്രിയേറ്റീവ് ഐഡിയയും അവിടെ വരില്ല. ഓ, കാരണം എൻ്റെ മുഴുവൻ ശ്രദ്ധയും ആ 20,000 രൂപ എങ്ങനെ ഉണ്ടാക്കും എന്നതിൽ മാത്രമായിരിക്കും. കൃത്യം. എന്നാൽ നിങ്ങൾ ഈ വലിയ നമ്പറുകളെ, അതായത് 10 ലക്ഷം രൂപയൊക്കെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു വലിയ കാര്യമേ അല്ല എന്ന് വിശ്വസിപ്പിക്കുമ്പോൾ ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് പതിയെ ഓഫ് ആകും. അപ്പോ ബ്രെയിൻ റിലാക്സ്ഡ് ആവും അല്ലേ? അതെ. ബ്രെയിൻ ഫ്രീ ആകുമ്പോൾ 20,000 രൂപയുടെ ചെറിയ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഓടുന്നതിന് പകരം 2 ലക്ഷം രൂപയുടെ ഒരു വലിയ അവസരം നിങ്ങളുടെ മുന്നിലൂടെ പോകുമ്പോൾ അത് പിടിച്ചെടുക്കാനുള്ള ശേഷി നിങ്ങൾക്ക് ലഭിക്കുന്നു. വാവ്, ഇതൊരു ഭയങ്കര ഇൻസൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബില്ലുകളെ ഭയപ്പെടാതിരിക്കുമ്പോൾ തലച്ചോറ് ഫ്രീ ആകുന്നു, വലിയ അവസരങ്ങൾ കണ്ടെത്തുന്നു. അപ്പോൾ പണം ബില്ലുകൾ അടയ്ക്കാൻ മാത്രമുള്ളതല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പടി എന്താണ്? അടുത്തത് ആ പണം എങ്ങനെ വേഗത്തിൽ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുകയാണ്. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളത് കഠിനാധ്വാനം ചെയ്ത് പതുക്കെ പണമുണ്ടാക്കുക എന്നാണല്ലോ. അതെ, സാവധാനം പണക്കാരാവുക, അതാണല്ലോ എല്ലാവരും പറയുന്നത്. ആ പരമ്പരാഗത ചിന്തയെയാണ് മൈറോൺ ഗോൾഡൻ പൊളിച്ചെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കണ്ടെത്തൽ ഇതാണ്: കുറഞ്ഞ പണം ദീർഘകാലം കൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് വലിയ തുക ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കുന്നത് എന്നത്. അതെങ്ങനെ ശരിയാവൂ? അതൊരു വിരോധാഭാസമായിട്ടാണല്ലോ തോന്നുന്നത്. പെട്ടെന്ന് വലിയ തുകയുണ്ടാക്കുക എളുപ്പമാണെന്നോ? കേൾക്കുമ്പോഴങ്ങനെ തോന്നും. പക്ഷെ അതിനൊരു അടിസ്ഥാനമുണ്ട്. അവിടെ അദ്ദേഹം പ്രൈസസ് ലോ എന്നൊരു ഗണിതശാസ്ത്ര തത്വം പറയുന്നുണ്ട്. ഒരു മേഖലയിലെ 50% ഉൽപ്പാദനവും വരുന്നത് ആ മേഖലയിലുള്ളവരുടെ ആകെ എണ്ണത്തിന്റെ വർഗ്ഗമൂലത്തിൽ നിന്നാണ്, അഥവാ സ്ക്വയർ റൂട്ടിൽ നിന്നാണ് എന്നാണ് ഈ നിയമം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൂടുതൽ രസകരമാകുന്നത് കേട്ടോ. ഈ പ്രൈസസ് ലോ എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ തോട്ടത്തിൽ 9 തക്കാളി ചെടികളുണ്ടെങ്കിൽ അതിലെ വെറും 3 എണ്ണമായിരിക്കും ആകെയുള്ള വിളവിന്റെ 50% നിങ്ങൾക്ക് തരുന്നത്. അതെ, 9ന്റെ സ്ക്വയർ റൂട്ട് 3. ബാക്കി 6 എണ്ണവും കൂടെ ചേർന്നിട്ടാണ് ബാക്കി 50% തരുന്നത്. അതെ, ഈ നിയമം അമേരിക്കൻ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അവിശ്വസനീയമായി തോന്നി. അമേരിക്കയിൽ ആകെ 3 കോടി ബിസിനസ്സുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ ഏകദേശം 5477 എന്ന് വരും. അതായത് ആ വലിയ രാജ്യത്തെ മൊത്തം GDPയുടെ 50% സമ്പത്തും വരുന്നത് വെറും ഈ 5500ഓളം കമ്പനികളിൽ നിന്നാണ്. ബാക്കിയുള്ള കോടിക്കണക്കിന് കമ്പനികളെല്ലാം കൂടി ചേർന്നാണ് ബാക്കി 50% ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ബാക്കിയുള്ളവർക്കൊന്നും അധ്വാനിക്കാൻ താല്പര്യമില്ലേ? അവിടെയാണ് നമ്മൾ ഈ എക്സലൻസ് മനസ്സിലാക്കേണ്ടത്. എന്താ പറയാ, ഈ സാധാരണ നിലവാരം അല്ലെങ്കിൽ മീഡിയോക്രിറ്റി എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ പെരുകും. ഭൂരിപക്ഷം ജനങ്ങളും ആ സാധാരണക്കാരുടെ കൂട്ടത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ്. അതെ, സേഫ് ആയിട്ടുള്ളൊരു കംഫർട്ട് സോൺ. കൃത്യം. അവരെല്ലാവരും ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു, പരസ്പരം മത്സരിക്കുന്നു, വില കുറച്ച് വിൽക്കാൻ ശ്രമിക്കുന്നു. അവിടെ എപ്പോഴും വലിയ ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. എന്നാൽ മികവ് അഥവാ എക്സലൻസ് വളരെ പതുക്കെ വളരുകയുള്ളൂ. വളരെ കുറച്ചുപേർ മാത്രം ആ അതിശയകരമായ ന്യൂനപക്ഷത്തിൽ അഥവാ ഫെന്റാസ്റ്റിക് ഫ്യൂവിൽ ഇടം പിടിക്കുന്നു. അതെ, ആ ടോപ്പിലെത്തുമ്പോൾ അവിടെ മത്സരങ്ങളില്ല. അതുകൊണ്ട് അവർക്ക് വളരെ വേഗത്തിൽ വലിയ സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നു. വെയിറ്റ്, അവിടെ ഒരു നിമിഷം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഗണിതം ശരിയാണ്, ടോപ്പിൽ നിൽക്കുന്നവർ വലിയ പണമുണ്ടാക്കുന്നു. പക്ഷേ മെക്കാനിക്കലി ചിന്തിച്ചാൽ ഈ 5500 കമ്പനികളിലുള്ള ആളുകൾ താഴെത്തട്ടിലുള്ളവരേക്കാൾ 1000 മടങ്ങ് കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യുന്നുണ്ടോ? ഒരിക്കലുമില്ല.
അവർക്കും ദിവസത്തിൽ 24 മണിക്കൂർ തന്നെയല്ലേ ഉള്ളൂ. പിന്നെന്താണ് അവർ ചെയ്യുന്നത്? അപ്പോൾ അവർ വലിക്കുന്ന ആ മാന്ത്രിക ലിവർ എന്താണ്? സിമ്പിളാണ്. പാവപ്പെട്ടവരും ഇടത്തരക്കാരും സാധനങ്ങൾ വാങ്ങാൻ തങ്ങളുടെ സമയം വിൽക്കുമ്പോൾ ഈ ടോപ്പിലുള്ള അതിശയകരമായ ന്യൂനപക്ഷം തങ്ങളുടെ സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റിയാണ് ഉപയോഗിക്കുന്നത്. ആ സമയം വിൽക്കുന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. മൈറോൺ ഇത് പറഞ്ഞപ്പോ എനിക്കുണ്ടായൊരു വലിയ തിരിച്ചറിവാണത്. ഉദാഹരണത്തിന്, 1 മണിക്കൂറിന് $20 കിട്ടുന്ന ഒരാളുടെ കാര്യമെടുക്കാം. അയാൾ തന്റെ കാറിൽ പെട്രോൾ അടിക്കാൻ പമ്പിൽ പോയി $100 കൊടുക്കുമ്പോ അയാൾ വിചാരിക്കുന്നത് താൻ കാശ് കൊടുത്തു എന്നാണ്. പക്ഷെ ശരിക്കും അയാൾ കൊടുത്തത് പണമല്ല, തന്റെ ജീവിതത്തിലെ 5 മണിക്കൂറാണ്. അതെ, $20 വെച്ച് 5 മണിക്കൂർ. അതെ, ആ 5 മണിക്കൂർ സമയം വിറ്റാണ് അയാൾ ആ പെട്രോൾ വാങ്ങുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് പണയപ്പെടുത്തുകയാണ്. എന്നാൽ ഈ പറഞ്ഞ സമ്പന്നർ അവർ സമയം വിൽക്കുന്നില്ല, സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള കാശും കൊടുക്കുന്നില്ല. പകരം അവർ പണം നൽകുന്നത് ഈ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചാണ്. അതായത് പുതിയ ഓഫറുകൾ ഉണ്ടാക്കിക്കൊണ്ടല്ലേ? അതെ, ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. എങ്കിൽ നമുക്ക് മൈറോൺ ഗോൾഡന്റെ ആ പ്രശസ്തമായ പ്രൈവറ്റ് ജെറ്റ് ഉദാഹരണം തന്നെ എടുക്കാം. അദ്ദേഹത്തിന് ഒരു പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യണമെന്നാഗ്രഹമുണ്ടായി. സാധാരണഗതിയിൽ നമ്മൾ എന്തു ചെയ്യും? ബാങ്കിലെ പൈസയെടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യും. ശരിയാണ്, നമ്മളൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ. എന്നാൽ അദ്ദേഹം തന്റെ സമ്പാദ്യത്തിൽ നിന്ന് $1 പോലും എടുത്തില്ല. പകരം സ്വന്തം അറിവുകൾ വെച്ച് വലിയ സംരംഭകർക്കായി $2 ലക്ഷം ഒരു VIP ഡേ ഓഫർ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ആ ഒറ്റ ഓഫറിലൂടെ അദ്ദേഹം ആ പ്രൈവറ്റ് ജെറ്റിനുള്ള പണം മാത്രമല്ല കണ്ടെത്തിയത്, മറിച്ച് $2.2 ദശലക്ഷം അധിക ലാഭവും ഉണ്ടാക്കി. അതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. വാവ്, അത് അവിശ്വസനീയമാണ്. അദ്ദേഹം തന്റെ ക്രിയേറ്റിവിറ്റിയെ അവിടെ ഒരു അസറ്റാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇതിൽ പലതരം ഓഫറുകളുണ്ട്. പുതിയ ലീഡുകൾ കണ്ടെത്താനുള്ള ഓഫറുകൾ, പിന്നെ കോർ പ്രൊഡക്റ്റുകൾ പ്രീമിയം വാല്യൂ തരുന്ന ഓഫറുകൾ, സ്ഥിര വരുമാനം തരുന്ന കണ്ടിന്യൂറ്റി ഓഫറുകൾ, അങ്ങനെ പലതുമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ഇല്ലാത്ത മൂല്യത്തെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു മാജിക് പോലെ തോന്നാം. എങ്കിലും എനിക്ക് തോന്നുന്നത് ഇതൊരു മാന്ത്രികൻ തൊപ്പിയിൽ നിന്ന് മുയലിനെ പുറത്തെടുക്കുന്ന പോലെയല്ല, മറിച്ച് ഇതൊരു പാലത്തിലെ ടോൾ ബൂത്ത് പോലെയല്ലേ? ടോൾ ബൂത്ത് എന്ന് പറഞ്ഞാൽ? അതായത്, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ആ പാലം പണിയുന്നില്ല, അവിടെ പോകുന്ന കാറുകളുണ്ടാക്കുന്നില്ല, ആ നഗരവും നിങ്ങൾ നിർമ്മിക്കുന്നില്ല. എന്നാൽ ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക് വളരെ വേഗത്തിൽ പോകണമെന്ന ആളുകളുടെ ഒരു വലിയ പ്രശ്നത്തെ നിങ്ങൾ അവിടെ സോൾവ് ചെയ്യണം. അതിനുള്ളൊരു ആക്സസ് ആണ് ശരിക്കും നിങ്ങളുടെ ഈ ഓഫർ, അല്ലേ? വളരെ വളരെ കൃത്യമായ ഉപമ. ഒരു മാജിക് ഒന്നുമില്ല അവിടെ. നമ്മൾ നമ്മുടെ സർഗാത്മകത ഉപയോഗിച്ച് മറ്റൊരാളുടെ വലിയൊരു പ്രശ്നം പരിഹരിക്കുന്നു. ആ ഓഫർ ഉണ്ടാക്കുമ്പോൾ ഒരു കണത്തുണ്ട്. എന്താണത്? നിങ്ങളുടെ വലിയ ചിത്രവുമായി ഇതിനെ ബന്ധിപ്പിച്ചാൽ നിങ്ങളുടെ ആ പരിഹാരം അവർക്ക് നൽകുന്ന പേ ഓഫ് അല്ലെങ്കിൽ മൂല്യം എത്രയാണോ അതിന്റെ 10-1 വിലയായി ഈടാക്കുക എന്നതാണ് ബിസിനസ് തന്ത്രം. അതായത് ഇപ്പൊ ഞാനൊരു കമ്പനിക്ക് അവരുടെ സെയിൽസ് കൂട്ടാൻ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കി കൊടുക്കുന്നു വിചാരിക്കുക. അതുവഴി അവർക്ക് $1 കോടി അധിക ലാഭം കിട്ടിയാൽ ഞാൻ ഫീസായിട്ട് ചോദിക്കുന്ന 10 ലക്ഷം രൂപയാണ്. അതെ, ആ 10-1 നിയമം. ഞാനവിടെ മണിക്കൂറിനല്ല കാശ് ചോദിക്കുന്നത്, ഞാൻ ഉണ്ടാക്കിക്കൊടുത്ത മൂല്യത്തിനാണ്. കമ്പനിയെ സംബന്ധിച്ച് 1 കോടി കിട്ടുമ്പോൾ 10 ലക്ഷം കൊടുക്കുന്നത് വലിയ കാര്യമില്ല, അവർ സന്തോഷത്തോടെ തരും. അതാണ് യഥാർത്ഥ ക്രിയേറ്റിവിറ്റി. അവിടെ ആർക്കും നഷ്ടമില്ല, എല്ലാവരും ജയിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വിശദമായ പഠനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും, ശരിയാണ്, ഞാൻ എൻ്റെ സമയം വിട്ട് എന്തിനാണിങ്ങനെ കഷ്ടപ്പെടുന്നത്? നാളെ തന്നെ പോയി ബോസിന്റെ മുഖത്ത് നോക്കി രാജിവെച്ചിട്ട് സ്വന്തമായി ബിസിനസ് തുടങ്ങാമെന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ പൂർണ്ണസമയ ജോലി 9 to 5 ജോബ് എപ്പോ ഉപേക്ഷിക്കണമെന്നതിന് കൃത്യമായ റൂളുണ്ട്. ആവേശം കൊള്ളാൻ വരട്ടെ എന്നർത്ഥം. എന്താണ് ആ റൂള്? നിങ്ങളുടെ ആ സൈഡ് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം നിലവിലെ ശമ്പളത്തേക്കാൾ കൂടുതലാവുന്നതുവരെ ജോലി ഉപേക്ഷിക്കരുത്. ഇതിന് പിന്നിലുള്ള സൈക്കോളജി എന്താണ്? നമ്മൾ മുഴുവൻ സമയവും ബിസിനസ്സിൽ ഇറങ്ങിയാൽ കൂടുതൽ വേഗത്തിൽ വളരില്ലേ? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് വീണ്ടും വരുന്നത്. സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം പെട്ടെന്നില്ലാതെയായാൽ അടുത്ത മാസത്തെ വാടക എങ്ങനെ കൊടുക്കും എന്ന് നിങ്ങൾ ആശങ്കപ്പെടും. അപ്പോൾ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഒരുതരം അമിതമായ ആവേശവും നിരാശയും നിങ്ങളുടെ സംസാരത്തിൽ വരും. അതെ, ഇതിനെയാണ് മൈറോൺ കമ്മീഷൻ ബ്രെത്ത് എന്ന് വിളിക്കുന്നത്.
ഈ വാക്കെനിക്ക് വല്ലാതെ റിലേറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. നമ്മൾ ഈ തുണിക്കടകളിലൊക്കെ പോകുമ്പോൾ ചില സെയിൽസ്മാൻമാരെ നമ്മളെ വല്ലാതെ നിർബന്ധിച്ച് സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ ശ്രമിക്കില്ലേ? അതെ അതെ, ആ ഒരു ഡെസ്പറേഷൻ കാണുമ്പോൾ നമുക്ക് തന്നെ അവിടുന്ന് ഓടാൻ തോന്നും. കൃത്യം. ഉപഭോക്താക്കൾ നിങ്ങളിൽ നിന്ന് അകന്നുപോകും. എന്നാൽ ഈ ജോലിയിലെ ശമ്പളം ഉള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു ബാക്കപ്പ് ഉണ്ട്. ഒരു കസ്റ്റമർ നിങ്ങളുടെ ഓഫർ വേണ്ടാന്ന് വെച്ചാലും നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല. ആ ഒരു കോൺഫിഡൻസോടെ ശാന്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് കണ്ട് അവർ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും. ഭയങ്കര സെൻസുണ്ടാക്കുന്ന കാര്യമാണത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിജയികളായ മനുഷ്യർ തങ്ങളുടെ ശ്രദ്ധ എന്തിലാണ് കേന്ദ്രീകരിക്കുന്നതെന്നതാണ്. അതെ, അവർ അനാവശ്യ കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കും. സ്പോർട്സ് ഗോസിപ്പുകൾ, സ്മോൾ ടോക്കുകളൊക്കെ അവർക്കൊരു ഡിസ്ട്രാക്ഷനാണ്. അതെ, സമയം കളയുന്ന പരിപാടികളൊന്നുമില്ല, ലക്ഷ്യബോധമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നു. അതായത് ആ ഇൻറ്റൻഷൻ. നമ്മൾ ആരുമായി ഇടപഴകുന്നു, നമ്മുടെ സമയം എന്തിനൊക്കെ ചിലവാക്കുന്നു എന്നതാണ് നമ്മുടെ സാമ്പത്തിക നില തീരുമാനിക്കുന്നത്. ശരിയാണ്. എനർജി വലിച്ചെടുക്കുന്ന വാമ്പയർമാരെ മാറ്റി നിർത്തുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കത്തിൽ സമന്വയിപ്പിച്ചാൽ, പണത്തെ ബില്ലടയ്ക്കാനുള്ള ഒന്നായി കാണാതെ പുതിയ പണം ഉണ്ടാക്കുന്ന ആസ്തികൾ അഥവാ IPA വാങ്ങാൻ ഉപയോഗിക്കുക. രണ്ടാമതായി നമ്മൾ പറഞ്ഞ പ്രൈസസ് ലോ, ആ ട്രാഫിക് ബ്ലോക്കിൽ പെടാതെ ആ അതിശയകരമായ ന്യൂനപക്ഷത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. പിന്നെ മൂന്നാമതായി, സ്വന്തം സമയം വിറ്റ് പണമുണ്ടാക്കുന്നതിന് പകരം നമ്മളാ പറഞ്ഞ ടോൾ ബൂത്ത് പോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഓഫറുകൾ ഉണ്ടാക്കുക, സർഗാത്മകത ഉപയോഗിച്ച് വാങ്ങുക. ഈ ആശയങ്ങൾ കേൾക്കുമ്പോഴുള്ള ആവേശത്തിനപ്പുറം അത് പ്രായോഗികമായി ജീവിതത്തിൽ പ്രയോഗിക്കുക എന്നത് കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ്. എങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാറിത്തുടങ്ങിയാൽ ഇതൊരു നാച്ചുറൽ പ്രോസസ്സായി മാറും. തീർച്ചയായും. അപ്പോൾ ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായി ആഴത്തിൽ ചിന്തിക്കാനായി ഒരു ചോദ്യം ഞാനിവിടെ ബാക്കി വയ്ക്കുകയാണ്. നിങ്ങളുടെ പണത്തിന് ഇന്ന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, നിങ്ങളുടെ കൈവശമുള്ള ഇപ്പോഴത്തെ അറിവ് മാത്രം ഉപയോഗിച്ച് ഒരു പൈസ പോലും പുതിയതായി മുടക്കാതെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ആദ്യത്തെ ഓഫർ അല്ലെങ്കിൽ ആസ്തി എന്തായിരിക്കും? ഭയങ്കര രസമുള്ളൊരു ചോദ്യമാണത്. എല്ലാവരും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതെ, ഇതിനെക്കുറിച്ച് ഇന്ന് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയ കാഴ്ചപ്പാടുകളോടെ മുന്നോട്ടു പോകാൻ ഈ സംഭാഷണം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. ഈ വിശദമായ പഠനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. വീണ്ടും കാണാം.